നേന്ത്രക്കായയും പരിപ്പും വെച്ചിട്ട് നമുക്കൊന്നൊരു ഉപ്പേരി ഉണ്ടാക്കിയാലോ? നല്ലൊരു മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. എന്തൊരു സ്വാദാണെന്നറിയോ? ആദ്യം കുറച്ച് നേന്ത്രക്കായ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. കുറച്ച് നേരം മഞ്ഞപ്പൊടിയിലൊക്കെ ഇട്ട് വെച്ചോളൂ കേട്ടോ, കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മസൂർ ദാലില്ലേ, നമ്മളുടെ ചുവന്ന പരിപ്പ്, അതും ഇതേപോലെ വാഷ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഇടുക. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ, കുക്കറിൽ ഒരു വിസിൽ. പിന്നെ നമ്മൾ സാധാരണ മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഒരു കടായി വെക്കുക. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക്, വറ്റൽമുളക്, വെളുത്തുള്ളി, കുഞ്ഞുള്ളി ഇല്ലേ, അതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ ബ്രൗൺ നിറായിട്ട് വരുന്നത് വരെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ച് നമ്മളുടെ നേന്ത്രക്കായും പരിപ്പും കൂടെ അതിലേക്ക് തട്ടിക്കൊട്ടി കൊടുക്കുക. പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇല്ലേ, നമ്മളുടെ വറ്റൽമുളക് ഒന്നും കൂടി കുത്തി ചതച്ചതില്ലേ, അതും കൂടെ ഇതിലേക്ക് ഇടുക. നല്ല സുഖമായിട്ട് ഊണ് കഴിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഉപ്പേരി മാത്രം മതി. പക്ഷേ ഇന്ന് കുറച്ചധികം കറികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ കാണിച്ചതാട്ടോ. നമ്മളുടെ മുരിങ്ങക്കായ മുളോശ്യം കൂടെ ഉണ്ടായിരുന്നു. കുറേ പേര് ഈ വാച്ച് എവിടുന്നാണ് വാങ്ങിച്ചത് പിന്നെയും ചോദിക്കുകയാണ്. ഞാൻ ഇവിടെ റൈറ്റ് സൈഡിൽ മേലെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 240 രൂപയുള്ളൂ. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഷോപ്പിലൊന്നും മഷിട്ട് നോക്കിയാൽ പോലും ഈ ഒരു റേറ്റിന് കിട്ടില്ല.